നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതി ഡൽഹി ജനത 5 മണിവരെ 57.78% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്ക്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഡൽഹി തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉടൻ പുറത്തുവരുമെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയും വിനീത വിജിയും ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നു. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, ഇപ്പോൾ പോളിംഗ് സമയം അവസാനിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിൽ ഇപ്പോഴും വലിയ ക്യൂ ഉണ്ട്? അത്തരം സംഭവങ്ങൾ കേരളത്തിലേക്ക് കാണാറുണ്ട്, പക്ഷേ ഡൽഹിയിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് ഒരു അന്തിമ ചിത്രം? ഈ പോളിംഗ് ശതമാനത്തെ എങ്ങനെ വിലയിരുത്താം? ഇത് ആർക്ക് അനുകൂലമാകുമെന്നാണ് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുക? പ്രജിൻ, നിലവിൽ ഡൽഹിയിലെ വോട്ടെടുപ്പ് ഏതാണ്ട് എല്ലാ പോളിംഗ് ബൂത്തുകളിലും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. ഡൽഹിയിൽ സാധാരണ നിലയിൽ കേരളത്തിൽ കാണുന്നത് പോലെ വലിയൊരു ആവേശം പ്രചരണ രംഗത്തുണ്ടായിരുന്നെങ്കിലും വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തുകളിൽ അത്തരത്തിൽ വലിയ തിക്കും തിരക്കും ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം വടക്ക് കിഴക്കൻ ഡൽഹി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്നു. കൂടാതെ വോട്ടർമാരെ തിരക്കില്ലാതെ കൃത്യമായ ഇടവേളകളിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികളും വിജയിച്ചിട്ടുണ്ട്. അത് തിരക്ക് ഒഴിവാക്കാൻ സഹായകമായി. ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന ഔദ്യോഗിക വിവരം അനുസരിച്ച് 5 മണിവരെയുള്ളതാണ്. അത് 57.78% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുസ്തഫാബാദിൽ വൈകിട്ട് 5 മണിവരെ 66.68% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 2020 പോളിംഗ് ശതമാനത്തിന് അടുത്ത് തന്നെ ഇത്തവണയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2020 അത് 64.7% ഡൽഹിയിലെ പോളിംഗ് നിരക്ക്. എന്നാൽ 2015 4% കുറവ് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിനോട് അടുത്ത് തന്നെ പോളിംഗ് ഉണ്ടാകും എന്നാണ് നിലവിലെ പോളിംഗ് നിരക്കുകൾ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 1 മണിക്കൂർ സമയത്തെ ബൽറാം നെടുങ്ങാടിയുടെ ശബ്ദത്തിൽ പ്രശ്നമുണ്ട്. ടെക്നിക്കൽ എറർ, അത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്പസമയത്തിനകം. വിനീത വിജി ഇപ്പോൾ മറ്റൊരിടത്തു നിന്നും ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. വിനീത, ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഈ പോളിംഗ് ശതമാനം ഈ രീതിയിൽ ഏതാണ്ട് 5 മണിവരെ നമുക്ക് ലഭിച്ചത് 60% അടുത്താണ്. ആ പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകും എന്നാണ് അറിയാൻ കഴിയുന്നത്? ഒപ്പം തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതൊക്കെ എപ്പോൾ പുറത്തു വന്നു തുടങ്ങും? പ്രജിൻ, വൈകാതെ തന്നെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവർക്കും അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആം ആദ്മിയും BJPയും കോൺഗ്രസും ഒക്കെ തന്നെ ഉള്ളത്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 57% പോളിംഗ് ഈ 5 മണിവരെയുള്ള കണക്കിലാണ് ലഭ്യമായിരിക്കുന്നത്. 6 മണിവരെ കണക്ക് നമുക്കിനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഏതാണ്ട് 60% പോളിംഗിലേക്ക് കണക്കുകൾ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഈ മുസ്തഫാബാദിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കരോൾബാഗ് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 56% പോളിംഗ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇതാ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിൽ ആ ഒരു പോളിംഗിലൊക്കെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു മികച്ച പോളിംഗ് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള വോട്ടർമാരെ കൃത്യമായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യുന്നതിൽ 3 രാഷ്ട്രീയ പാർട്ടികളും വിജയിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഉണ്ടാകാതെ ഇരുന്ന കോൺഗ്രസ് ഇത്തവണ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് രംഗത്തുള്ളത്. BJPയും അങ്ങനെ തന്നെയാണുള്ളത്. ഒരു അട്ടിമറിയൊക്കെ BJPയും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ 4ാമതും ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടിയും ഉള്ളത്. എന്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കാമെന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പൊതുവെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളിലൊന്നും നേതാക്കൾ പങ്കെടുത്തേക്കില്ല. ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ഒരു ആരോപണം കൂടി ഈ സമയത്ത് നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ 6:30 വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി പോൾ ഓഫ് പോളുമായി 24 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്യും.